മേജർ രവിയും ദേവനും വന്നിട്ട് എന്തു കാണിക്കാനാണ് എന്ന ചോദ്യം സ്വാഭാവികമാണ്. ഇപ്പൊ ദേവൻ സ്വന്തമായ ഒരു പാർട്ടി ഒരു പതിറ്റാണ്ട് കാലത്തോളം കൊണ്ടു നടന്നിട്ടും ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരാളായിരുന്നു. ഇപ്പൊ മേജർ രവി ആണെങ്കിൽ നേരത്തെ കോൺഗ്രസിനൊപ്പം കോൺഗ്രസിന് ഐക്യദാർഢ്യവും ഒക്കെ വന്ന ആളാണ്. എനിക്ക് തോന്നുന്നു കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിലൊക്കെ അദ്ദേഹം എവിടേക്കോ പങ്കെടുത്തിട്ടുണ്ട്. അതുകൊണ്ടും അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിൽ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോ പല രംഗത്തും തിളങ്ങി നിൽക്കുന്ന അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഫാൻ ബേസ് ഒക്കെയുള്ള പലരും ബി ജെ പിയോട് ചേർന്ന് നിന്ന് അല്ലെങ്കിൽ ബി ജെ പിയിൽ വന്നതിന് ശേഷം കേരളത്തിൽ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായി നമുക്ക് മുന്നിൽ നിൽക്കുകയാണ്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇവരൊക്കെ വരുന്നതോടുകൂടി കേരളത്തിൽ ബി ജെ പി സ്ട്രോങ് ആകും, അല്ലെങ്കിൽ കേരളത്തിൽ ബി ജെ പിക്ക് വലിയ മുന്നേറ്റം ഉണ്ടാകും എന്നൊക്കെ പറയുന്നത് തെറ്റിദ്ധാരണയാണ്. അങ്ങനെ എന്തെങ്കിലും ഒരു നേട്ടം ബി ജെ പിക്ക് ഉണ്ടാക്കാനാകുമായിരുന്നുവെങ്കിൽ ശബരിമല സമയത്ത് നടക്കേണ്ടതായിരുന്നു. അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിന്റെ അവസ്ഥ നമ്മൾ കണ്ടല്ലോ. എന്ന് മാത്രമല്ല, ഇപ്പോൾ പുതുതായി വരുന്നവരെ ഒക്കെ പിടിച്ച് ഉപാധ്യക്ഷനും സംസ്ഥാന ജനറൽ സെക്രട്ടറിയും അല്ലെങ്കിൽ ബി ജെ പിയുടെ വക്താവും ഒക്കെ ആക്കുമ്പോൾ ഇത്രയും കാലം ബി ജെ പിക്ക് വേണ്ടി കഷ്ടപ്പെട്ട് പണിയെടുത്ത നേതാക്കൾ അവർക്കിടയിൽ വലിയ അസ്വാരസ്യമുണ്ടാകും.